ഗുരുക്കളും പഠിപ്പിക്കുന്നതല്ലേ അല്ലേ? ഈ കുട്ടികളും പഠിക്കുന്നതാണ്. ഗുരുക്കൾ ഏതാ പഠിപ്പിക്കുന്നത്? കളി ഞാൻ തെക്കനും വടക്കനും പഠിപ്പിക്കുന്നുണ്ട്. ഏതാ സമ്പ്രദായം? സമ്പ്രദായം ഏതാ? അല്ല, തെക്കലേ സമ്പ്രദായം. നിങ്ങൾക്ക് എന്താ കാര്യങ്ങൾ അറിയുന്നത്? തെക്കല്ലേ സമ്പ്രദായം? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ചോദിക്കേണ്ട കാര്യം. ശരി, വടക്കല്ലേ സമ്പ്രദായം? നിങ്ങളിപ്പോ ചോദിക്കാൻ വന്നത് നിങ്ങൾക്ക് അറിയേണ്ട ന്യായമായിട്ടുള്ളൊരു വേറൊരു വിഷയമാണ്. പേഴ്സണല്ല, ന്യായമായിട്ടൊരു കാര്യം ചോദിക്കാം. ഇവിടെ നിങ്ങൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉള്ളവരെ മാത്രമേ ഇറക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇവിടെ നിൽക്കുന്ന പലരെ എനിക്കറിയാം. ഈ പെണ്ണുകേസിൽ അകത്തായ പ്രദീപിന്റെ സ്റ്റുഡൻസ് ആണ് ഇവർ ആരുടെ കളരിയിൽ ഇറങ്ങുന്നു, എങ്ങനെ ഇറങ്ങുന്നു? പ്രദീപിന്റെ കളരിയിലുള്ള കുട്ടികളല്ല. ആര് പറഞ്ഞു? ആറ് കളരിയാണ് ശ്രീരുദ്ര. എന്നോടാണോ പറയുന്നത്? ആ കളരിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് ഇത്രയുള്ള കുഞ്ഞു പിള്ളേരെ വെച്ച് തുടങ്ങുന്ന സമയത്ത് എന്റെ കാലേ വന്ന് വീണിട്ടാണ് അവന് വേണ്ടി ഞാൻ എന്റെ പബ്ലിസിറ്റി, എന്റെ കഴിവും കൊണ്ടാണ് അവനെ വലുതാക്കിയത്. അവന്റെ പെണ്ണ് വിഷയം കൊണ്ടാണ് ഞാനും അവനോട് തെറ്റാൻ കാരണം. അന്ന് ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചിട്ട് പ്രദീപിനെതിരെ ഒരു ബോംബ് കൊണ്ടാണല്ലോ നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു ബോംബും നമുക്ക് കുഴപ്പമില്ല, ബാധിക്കപ്പെട്ട അവർക്കും കുഴപ്പമില്ല, ഇതിൽ നിൽക്കുന്ന ആർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് തൂക്കേട്? അതൊന്നുമല്ല. അവരെന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു? അവരെ മത്സരിപ്പിക്കുന്നത് നമ്മുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ കാര്യമാണ്. അതാ പറഞ്ഞത്. ഇവരെന്താ നടത്താത്തെന്നുള്ള ചോദിക്കുന്നത്. അല്ല, ഈ ഇതില് കുട്ടികൾക്ക് പങ്കെടുക്കാലോ. ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കും? ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത എനിക്ക് തോന്നുന്നത് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിയും. ഏതാ? 4 വർഷത്തേക്കുണ്ട്. ബൈലോ നോക്കി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഞാൻ വേണമെങ്കിൽ തരാം. എന്തായാലും അസോസിയേഷൻ സെക്രട്ടറിക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തുള്ള നിയമങ്ങൾ അറിയാമോ? അല്ല, ഇതിലുള്ള നിയമങ്ങൾ അറിയാമോ? ഗുരുക്കൾക്ക് ഇതിനുള്ള നിയമങ്ങൾ അറിയാമോ? ഗുരുക്കൾക്ക് ഇതിനകത്തുള്ള നിയമങ്ങൾ അറിയാമോ? എന്തും അറിയാവുന്നേ ഗുരുക്കൾക്ക് എന്തും അറിയാം. അല്ല, ഞാൻ ചോദിക്കും. വാക്കർക്കത്തിനല്ല. അറിയത്തില്ലെങ്കിൽ ഇത് നോക്കി പഠിക്കാം. നാളെ ആവുമ്പോൾ പിന്നെ വേറെ വർത്താനം സംസാരിക്കേണ്ടി വരരുത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. താങ്കളുടെ വീട് അന്വേഷിച്ച് വന്ന് അപേക്ഷ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അഡ്രസ് തരാൻ പറഞ്ഞിട്ട് തരാം, ഞങ്ങൾ അയക്കാന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് തരാനായിട്ട് സ്വീകരിക്കുമോ? ഇപ്പൊ സ്വീകരിക്കുമോ? അതെന്താ? 7 കൊല്ലം